എന്തെങ്കിലും വല്ലതും കിട്ടുമോ? ഇന്ന് കിട്ടും. കിട്ടിയിട്ടുണ്ടോ ഈ അടുത്ത്? 5 വർഷം മുമ്പ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ വീണ്ടും മീൻ പിടിക്കാനുള്ള സാധന സാമഗ്രികളൊക്കെ ആയിട്ട് ഇറങ്ങി. പിന്നെ ചേട്ടൻ ഒരു മീനിനെ പിടിച്ചിട്ടേ പേജ് ഫോളോ ചെയ്യത്തുള്ളൂ എന്ന് കഴിഞ്ഞ വീഡിയോ കണ്ട ഒരാൾ പറഞ്ഞായിരുന്നു. അതുകൊണ്ട് ഇത്തവണ ഞങ്ങൾ ഒന്നല്ല കുറച്ച് കൂടുതൽ എണ്ണം തന്നെ പിടിക്കും. നാടൻ ചൂണ്ട, സ്പിയർ ഗൺ, പിന്നെ വല, ഇതൊക്കെ ആയിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയേക്കുന്നത്. പിന്നെ മീൻ പിടിക്കാനും ഇന്ന് കുറച്ചധികം ആളുകളുണ്ട്. അതിൽ ചിലരൊക്കെ ചൂണ്ടയറിയാൻ പഠിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളൊരു കുഴപ്പമേ ഉള്ളൂ കേട്ടോ. ഒരാൾ ഇവിടെ മീനിനെ ഉന്നം വെച്ച് സ്പിയർ ഗണ്ണുമായിട്ട് ഒളിച്ചിരിക്കുന്നുണ്ട്. ഇപ്പം കിട്ടുമെന്നാണ് പറഞ്ഞേക്കുന്നത്. ദിവസങ്ങളായുള്ള ഞങ്ങളുടെ കഷ്ടപ്പാട് കണ്ടിട്ടാണെന്ന് തോന്നുന്നു. ജോസഫ് ചേട്ടൻ വലയൊക്കെ ആയിട്ട് എത്തിയിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ ചൂണ്ടയൊക്കെ അങ്ങ് മാറ്റി വെച്ച് ഇനി വല കൊണ്ടുള്ള പരിപാടികളാണ്. രാത്രിയായി തുടങ്ങി. ചേട്ടൻ വലയൊക്കെ സെറ്റാക്കി തന്നു. ഞങ്ങളൊക്കെ ഹെൽപ്പേഴ്സ് ആയിരുന്നു കേട്ടോ. ഇന്ന് മിക്കവാറും ഈ തോട്ടിലെ മീൻ മുഴുവൻ ഇതിൽ കയറും തോന്നുന്നുണ്ട്. ഒരു സൈഡിൽ വലയൊക്കെ ഇട്ട് ഇവനെ പിടിക്കാൻ ഏൽപ്പിച്ചേക്കാണ്. ആ നിൽപ്പ് കണ്ടാൽ ഇപ്പോൾ മുഴുവൻ മീനിനെ പിടിക്കുമെന്നൊക്കെ തോന്നുമെങ്കിലും ഈ രാത്രിയിൽ പുഴയിൽ ഇറങ്ങി നിൽക്കുന്നതിൻ്റെ പേടിയാണ് കേട്ടോ ആ മുഖത്തുള്ളത്. അവരവിടെ നിന്ന് മീനിനെയൊക്കെ ഓടിച്ച് വിടുന്നുണ്ട്. പക്ഷെ വലയിൽ കിട്ടിയ മീനിനെ കണ്ടില്ലേ, നല്ലവരായ മനുഷ്യരായതുകൊണ്ട് ആ കുഞ്ഞു മീനിനെയൊക്കെ അങ്ങ് പുറത്തെടുത്ത് വിട്ടു. അങ്ങനെ അതിൽ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. താഴെ ഞങ്ങൾ നീളത്തിൽ നല്ല വല വെച്ചിട്ടുണ്ട്. അതിൽ ചാകരയായിരിക്കും എന്നും പറഞ്ഞ് കൊച്ചു കുട്ടികളടക്കം മീനിനെ അടിച്ചു വിടുകയാണ്. എന്നിട്ട് എല്ലാവരും കൂടെ ചെന്ന് നോക്കിയപ്പോൾ നേരത്തെ കണ്ട പോലെയുള്ള പരല് പോലും അവിടെ ഉണ്ടായിരുന്നില്ല. പിള്ളേരെ കാണിക്കാൻ പോലും ഒന്നിനെയും കിട്ടിയില്ലല്ലോ എന്നും പറഞ്ഞു ജോസഫേട്ടൻ വേറെ സ്ഥലത്തൊക്കെ പോയി നോക്കിയെങ്കിലും ഒന്നിനെയും കിട്ടിയില്ല കേട്ടോ. അപ്പോൾ പതിവ് പോലെ ഇന്നും അവസ്ഥ സെയിം തന്നെയായിരുന്നു. എന്തെങ്കിലും ഞങ്ങൾക്ക് മീൻ കിട്ടുമെന്ന് വിചാരിച്ച് ഞങ്ങളുടെ പേജ് ഒന്ന് ഫോളോ ചെയ്തേക്കണേ. അപ്പം ഇനിയും അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.